സേവക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. UGC നെറ്റ് ജൂൺ 21 മുതൽ 30 വരെ നടക്കും. മെയ് 7 വരെ അപേക്ഷിക്കാം. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക നിർണയത്തിനുമുള്ള UGC നെറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയുടെ 2025 ജൂൺ സെഷനിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജൂൺ 21 മുതൽ 30 വരെയാണ് പരീക്ഷ. 85 വിഷയങ്ങളിലേക്കായി കമ്പ്യൂട്ടർ അധിഷ്ഠിത മാതൃകയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത്. 3 വിഭാഗങ്ങളിലായിട്ടാണ് വിജയികളെ പ്രഖ്യാപിക്കുക. ആദ്യ കാറ്റഗറിയിലുള്ളവർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ JRF PhD പ്രവേശനത്തിനും അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനും യോഗ്യതയുള്ളവരായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറിക്കാർക്ക് PhD പ്രവേശനത്തിനും അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനും യോഗ്യതയുണ്ടാകും. ഇവർക്ക് JRF ലഭിക്കുകയില്ല. PhD പ്രവേശനത്തിന് മാത്രമായിരിക്കും മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് അർഹത. ഇവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരാകാൻ സാധിക്കുകയില്ല. JRFും ലഭിക്കില്ല. മാർക്ക് സഹിതമായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. PhD പ്രവേശനത്തിന് ഉപയോഗിക്കാനാണിത്. സർവകലാശാലകളിലെ PhD പ്രവേശനത്തിന് അപേക്ഷിച്ചാൽ ഈ മാർക്കും അഭിമുഖത്തിലെ മാർക്കുമാണ് പരിഗണിക്കുക. പരീക്ഷ 2 പേപ്പറുകളിലായി ആകെ 300 മാർക്ക്. 100 മാർക്കിൻ്റെ പേപ്പർ 1-ൽ 50 ചോദ്യങ്ങളുണ്ടാകും. ടീച്ചിങ് ഓർ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ് വിഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 200 മാർക്കിൻ്റെ പേപ്പർ 2-ൽ 100 ചോദ്യങ്ങളും ഉണ്ടാകും. തിരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും പേപ്പർ 2. എല്ലാ ചോദ്യങ്ങളും നിർബന്ധമാണ്. 3 മണിക്കൂറാണ് പരീക്ഷാ സമയം. എല്ലാ ശരിയുത്തരത്തിനും 2 മാർക്ക് വീതം ലഭിക്കും. നെഗറ്റീവ് മാർക്കില്ല. പരീക്ഷാ സിലബസ് UGC വെബ്സൈറ്റിലുണ്ട്. UGCnet.online.in എന്നാണ് വെബ്സൈറ്റ്. യോഗ്യത: UGC അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, ഭാഷാ വിഷയങ്ങൾ ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം ഓർ തത്തുല്യം. OBC, നോൺ ക്രിമിലിയർ, SC/ST, PWD, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് 50% മാർക്ക് മതി. പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാം. വിഷയങ്ങളുടെ പൂർണ്ണമായ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാം, 8 സെമസ്റ്റർ. യോഗ്യതയുള്ളവർക്ക് 75% മാർക്കോ തത്തുല്യ ഗ്രേഡോ വേണം. SC/ST, OBC, നോൺ ക്രിമിലിയർ, ഭിന്നശേഷി വിഭാഗക്കാർ, EWS തുടങ്ങി സംവരണ വിഭാഗങ്ങൾക്ക് മാർക്കിൽ 5% ഇളവുണ്ട്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും PhD അഡ്മിഷനും ഇവർക്ക് അർഹതയുണ്ട്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഫലം കാത്തിരിക്കുന്ന അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാം. ബിരുദത്തിന് പഠിച്ച വിഷയത്തിന് പുറമെ ഏത് വിഷയത്തിലും നെറ്റ് എഴുതാനും PhDക്ക് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. പ്രായം: JRF അപേക്ഷകർക്ക് 30 വയസ്സ് കവിയരുത്. 1/6/2025 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ജോലിക്കും PhD പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രായപരിധിയില്ല. പരീക്ഷാ കേന്ദ്രം: കേരളത്തിൽ എല്ലാ ജില്ലകളിലുമായി 17 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 4 കേന്ദ്രങ്ങൾ വരെ തിരഞ്ഞെടുക്കാം. ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, മൂവാറ്റുപുഴ, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, തിരുവനന്തപുരം, തൃശൂർ, വയനാട് പരീക്ഷാ സെന്റർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കും. അപേക്ഷാ ഫീസ്: ജനറൽ വിഭാഗക്കാർക്ക് 1150 രൂപ, ജനറൽ, EWS, OBC, NCL വിഭാഗക്കാർക്ക് 600 രൂപ, SC/ST, PWD, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 325 രൂപ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI വഴി ഫീസ് അടയ്ക്കാം. അപേക്ഷ UGCnet.nta.ac.in, UGCnet.nta.online.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 7. അപേക്ഷാ ഫീസ് മെയ് 8 വരെ ഓൺലൈനായി അടയ്ക്കാം. അപേക്ഷയിൽ തിരുത്തലിന് മെയ് 9 മുതൽ 10 വരെ അവസരമുണ്ട്. വെബ്സൈറ്റ് UGCnet.nta.ac.in അല്ലെങ്കിൽ www.nta.ac.in. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.